നെക്സ്റ്റ് നമുക്ക് ഒരു ടേബിളിലെ എല്ലാ റെക്കോർഡ്സും നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഒരുമിച്ച് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് Truncate എന്ന് പറയുന്ന കമാൻഡ്. Truncate എന്ന് കൊടുത്ത ശേഷം നമ്മുടെ ടേബിൾ സെലക്ട് ചെയ്യുക. സോ ടേബിൾ നമ്മൾ സ്റ്റുഡൻറ്റ് 1 സെലക്ട് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് 1 സെലക്ട് ചെയ്ത് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിലുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ റെക്കോർഡ്സും ഡിലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ നമുക്കിനി സ്റ്റുഡൻറ്റ് 1 ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, നമുക്ക് ഇവിടെ ഈ കോളംസ് ഹെഡിങ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ ഫീൽഡ് നെയിം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള റെക്കോർഡെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് Truncate എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു ടേബിളിനുള്ളിലെ എല്ലാ റെക്കോർഡ്സും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഡ്രോപ്പ് പഠിച്ചിരുന്നു, ഡ്രോപ്പ് ടേബിൾ എന്ന് പറയുന്ന ഒരു കമാൻഡ് പഠിച്ചിരുന്നു. ഡ്രോപ്പ് ടേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ടേബിൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. Truncate നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുള്ളിലെ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ഇപ്പോഴും സ്റ്റുഡൻറ്റ് 1 എന്ന് പറയുന്ന ടേബിൾ ഇവിടെയുണ്ട്, പക്ഷേ അതിൽ റെക്കോർഡൊന്നുമില്ല. സോ നമ്മൾ ഡ്രോപ്പ് ടേബിൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ് 1. സോ നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റ് 1 എന്ന് പറയുന്ന ടേബിൾ തന്നെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം, ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് 1 എന്ന് പറയുന്ന ടേബിളില്ല. സോ നമ്മൾ സ്റ്റുഡൻറ്റ് 1 അഥവാ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, സോ നമ്മൾ സ്റ്റുഡൻറ്റ് 1 ഓപ്പൺ ആക്കാൻ ശ്രമിച്ചാൽ നമുക്കിവിടെ എറർ മെസ്സേജ് വരുന്നതായിരിക്കും. സോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഒരു എറർ വരുന്നതായിരിക്കും. DB student1 does not exist എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് വരുന്നതായിരിക്കും. സോ ഡ്രോപ്പ് ടേബിൾ എന്ന് പറയുന്നത് ടേബിൾ മുഴുവനും ഡിലീറ്റ് ചെയ്യുന്നതിന്, Truncate എന്ന് പറയുന്നത് നമുക്ക് അതിലെ റെക്കോർഡ് മുഴുവനും ഡിലീറ്റ് ചെയ്യുന്നതിന്. ഇതാണ് വ്യത്യാസം.